ഈ പാർട്ണർഷിപ്പ് ഫേമുകൾക്ക് വേണ്ടി കൊണ്ടുവന്നിട്ടുള്ള പുതിയൊരു TDS പ്രൊവിഷനാണ് സെക്ഷൻ 194T എന്ന് പറയുന്നത്. അതായത് ഈ പാർട്ണർഷിപ്പ് ഫേമുകൾ പാർട്ട്നേഴ്സിന് കൊടുക്കുന്ന സാലറിക്ക് 10% TDS കൊണ്ടുവന്നിട്ടുള്ള ഒരു പ്രൊവിഷനാണ്. ഈ ഒരു പ്രൊവിഷൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പലപ്പോഴും ഈ പാർട്ണർഷിപ്പ് ഫേമിൻ്റെ ബുക്സൊക്കെ ഫൈനലൈസ് ചെയ്ത് കഴിഞ്ഞ് ഒരു ദേശം പ്രോഫിറ്റൊക്കെ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പാർട്ട്നേഴ്സിനുള്ള സാലറി തീരുമാനിക്കുന്നത്. അപ്പോൾ ഈ സാലറി തീരുമാനിക്കുമ്പോൾ പലപ്പോഴും നമ്മുടെ ഇൻകം ടാക്സ് ആക്ടിലെ സെക്ഷൻ 40B പ്രകാരമുള്ള ലിമിറ്റിൽ നിൽക്കുന്ന രീതിയിൽ നമ്മൾ സാലറി എഴുതുകയും ചെയ്യും. അങ്ങനെ സാലറി എഴുതി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ടാക്സ് കാര്യമായിട്ട് കുറയത്തുള്ളൂ. പാർട്ണർഷിപ്പ് ഫേമിൻ്റെ 30% ഈ പാർട്ണർഷിപ്പ് ഫേമുകൾക്കുള്ള ടാക്സ്. അപ്പോൾ ഈ ഒരു പ്രൊവിഷന് പുറത്തൊരു ചെറിയൊരു കൺട്രോൾ പോലെ കൊണ്ടുവന്നിട്ടുള്ള ഒരു TDS പ്രൊവിഷനാണ് ഈ പറയുന്ന 194T. അപ്പോൾ നിങ്ങളൊരു പാർട്ണർഷിപ്പ് ഫേം ഉള്ള ഒരാളാണ്, അല്ലെങ്കിൽ ഒരു പാർട്ണർഷിപ്പ് ഫേമിന് നിങ്ങൾ കൺസൾട്ടൻസി കൊടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു വകുപ്പാണ് ഇത്. എത്ര രൂപയാണോ ഈ പാർട്ട്നേഴ്സിനെ റെമ്യൂണറേഷനായിട്ട് കാണിക്കുന്നത് അതിൻ്റെ 10% TDS ആയിട്ട് കട്ട് ചെയ്ത് സർക്കാരിലേക്ക് അടയ്ക്കണം. ഇപ്പോൾ 1 ലക്ഷം രൂപയാണ് ഇപ്പോൾ ഈ വർഷം ഒരു പാർട്ണർക്ക് സാലറി ആയിട്ട് കാണിക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അതിൻ്റെ 10%, അതായത് 10,000 രൂപ സർക്കാരിലേക്ക് TDS ആയിട്ട് അടച്ചിട്ടുണ്ടാവണം. അപ്പോൾ ഈ ഒരു വർഷം അവസാനിച്ചുകൊണ്ടിരിക്കുകയാണ്, മാർച്ച് 31. അപ്പോൾ ഇനിയും ടാൻ ഒന്നും എടുക്കാത്ത ആൾക്കാർ ഇമ്മീഡിയറ്റ് ആയിട്ട് നിങ്ങളുടെ പാർട്ണർഷിപ്പ് ഫേമിനെ ടാൻ എടുക്കണം. ഈ മാർച്ചും ഏപ്രിലും കൊണ്ട് ടാക്സ് അടയ്ക്കാനുള്ളത്, TDS അടയ്ക്കാനുള്ളത് കംപ്ലീറ്റ് ആയിട്ട് അടയ്ക്കുകയും വേണം. ഓക്കെ.